അപ്പം മറ്റാരെയും ഉപദ്രവിക്കാത്തതൊന്നും തെറ്റല്ല. അങ്ങനെ തെറ്റിനെ റീഡിഫൈൻ ചെയ്യും. പരസ്പര സമ്മതത്തോടെ ചെയ്യുന്നതൊന്നും തെറ്റല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പോൾ പ്രായപൂർത്തിയായ രണ്ടുപേര്, അത് പുരുഷനും പുരുഷനുമായാലും സ്ത്രീയും സ്ത്രീയുമായാലും ഒരുമിച്ച് ജീവിക്കുന്നതിന് ഒരു തടസ്സവും. ഹാപ്പിനെസ് മാക്സിമൈസേഷനാണ് ചീഫ് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷവും സുഖവും ഒക്കെ വർദ്ധിപ്പിക്കുക. ഈ ഒരു ഫിലോസഫിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഫിലോസഫി ശരിക്കും ബൈബിൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു കാലത്ത് പറയാൻ മടിച്ചിരുന്ന വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദങ്ങൾ പോലും അത് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ദൈവത്തെ ഉന്മൂലനം ചെയ്യുന്ന ഫിലോസഫികൾക്കൊരു വലിയ ഡിമാൻഡ് വന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ധാരാളം ഫിലോസഫികൾ വന്നു. നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ. അപ്പം അതോടൊപ്പം തന്നെ ചേർത്ത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ അധാർമികത ഒത്തിരി അതൊരു നോർമലൈസ് ചെയ്ത പോലെയാണ്. പ്രത്യേകിച്ച് സെക്ഷൽ ഇമ്മോറാലിറ്റീസ്, അങ്ങനത്തെ ടോക്സ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു കാലത്ത് പറയാൻ മടിച്ചിരുന്ന വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദങ്ങൾ പോലും അത് നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ വർദ്ധിച്ചു വരാൻ കാര്യം? അത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണോ, അതോ ഈ ജനറേഷൻ്റെ ഒരു പ്രത്യേകതയാണോ? ഇപ്പം ചോദിച്ച വിഷയം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ഈ നൂറ്റാണ്ട് അധാർമികതയുടെ ഒരു നൂറ്റാണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂ നോർമൽസിലേക്ക് പോവുക. എപ്പോഴും എല്ലാ 2 വർഷവും 3 വർഷവും നമ്മൾ ന്യൂ നോർമൽസിലേക്ക് പോവുക. പുതിയ നോർമലായിട്ടുള്ള കാര്യങ്ങളിൽ സാധാരണമായിട്ട് പഴയ അസാധാരണമായ കാര്യങ്ങളെ സാധാരണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് പോവുക. ഇതിൻ്റെ കാരണം മനുഷ്യൻ്റെ ഫിലോസഫിയിലുള്ള വ്യത്യാസം, മാനവ ഫിലോസഫിയിലുള്ള വ്യത്യാസമാണ്. നമുക്കറിയാം, 1600-കൾക്ക് അടുത്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്നത്, വ്യവസായ വിപ്ലവം. ഈ വ്യവസായ വിപ്ലവം വരെ ഒരു കൃഷിയുടെ ഒരു എക്കോണമി ആയിരുന്നു. സാമ്പത്തിക നില മുഴുവൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഈ 1600-ഓടുകൂടിയാണ് വ്യവസായങ്ങൾ ആരംഭിക്കുകയും ജോലിക്കാർ വരികയും ശമ്പളക്കാർ വരികയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതുവരെ ഏതാനും ഭൂവുടമകളും ബാക്കിയെല്ലാം അടിമകളായിട്ടുള്ള കുടികിടപ്പുകാരും എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പം ഇപ്പം ആളുകൾക്ക് മാസശമ്പളമൊക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെ ആളുകളുടെ കയ്യിൽ പണം വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു മണി എക്കോണമിയിലേക്ക് ലോകം ചെന്ന് ചേരുകയായിരുന്നു. നേരത്തെ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ട്രേഡ് വാർ തന്നെ ഇപ്പം വളരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതെന്ന് പറയുന്നതിന് അങ്ങനെ ഒരു മാനം കൂടെ വന്നുകൊണ്ടിരിക്കുക. അപ്പം സാമ്പത്തിക കാര്യങ്ങളെല്ലാ യുദ്ധത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണം തന്നെയാണ്. സ്വന്തം ജനതയ്ക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേടിക്കൊടുത്ത് അവരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച് ഭരണം നീട്ടുക എന്നൊക്കെയുള്ള ലക്ഷ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ 1600-കളിൽ ഇങ്ങനെ വ്യവസായ വിപ്ലവം നടന്നപ്പോഴാണ് ശമ്പളക്കാരും മാസശമ്പളക്കാരും ഇങ്ങനെയുള്ളൊരു കാറ്റഗറി വരുന്നത്. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ, അതും അവർക്ക് പാപത്തിൻ്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് ഭോഗങ്ങളിൽ സമയം ചെലവഴിക്കാൻ വളരെ ഇഷ്ടമാണ്, സുഖപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഈ മാസശമ്പളം കിട്ടുന്ന ആളുകൾക്ക് അവരുടെ ശമ്പളത്തിൽ ഒരു ഭാഗം മാറ്റിവെച്ച് അങ്ങനെയുള്ള റിക്രിയേഷനും അതുപോലെ തങ്ങളുടെ സെൻസസിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു അവസരം വന്നു. അങ്ങനെ വന്ന് അപ്പം മനുഷ്യർ നോക്കിയപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് പാപത്തിൽ മുഴുകി ആസ്വാദനം കണ്ടെത്തുന്ന രീതിക്കൊക്കെ ഒരു തടസ്സം ദൈവമാണെന്ന് തോന്നി. അപ്പം ദൈവത്തെ ഉന്മൂലനം ചെയ്യുന്ന ഫിലോസഫികൾക്കൊരു വലിയ ഡിമാൻഡ് വന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ധാരാളം ഫിലോസഫികൾ വന്നു. അപ്പം അങ്ങനെയാണ് ഏത്തിസമൊക്കെ വളരെ പ്രചാരം നേടിയത്. എങ്ങനെയെങ്കിലും ദൈവത്തെ ഇല്ലായ്മ ചെയ്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കുക. അതാണ് മുമ്പേ പറഞ്ഞ നീഷയുടെയൊക്കെ ഗോഡ് ഈസ് ഡെഡ് ഫിലോസഫിയൊക്കെ വന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു പ്രധാന ഫിലോസഫിയാണ് മാനവികത. മാനവികത എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ കേട്ടാൽ നല്ലൊരു വാക്കാണെന്ന് തോന്നും. മനുഷ്യത്വം എന്നൊക്കെ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഒരു ഫിലോസഫി എന്നുള്ള നിലയ്ക്ക് അതിൻ്റേതായ പ്രത്യേകതകളുള്ള തത്വശാസ്ത്രങ്ങളുള്ള അടിസ്ഥാനങ്ങളുള്ള ഒരു ചിന്താസരണിയാണ്. അപ്പോൾ ഈ ഹ്യൂമനിസത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ലോഗൻസ് എന്താണെന്നൊക്കെ നോക്കിയാൽ നമുക്കറിയാം. ഒന്നാമതായിട്ട്, മറ്റുള്ള ഒരാളെ ഉപദ്രവിക്കാത്തതൊന്നും തെറ്റല്ല. ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കാതെ ചെയ്യുന്ന ഒന്നും തെറ്റല്ല. അപ്പം രാത്രിയിൽ വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ മുറിയിൽ പോയി ആരും അറിയാതെ മയക്കുമരുന്നടിക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത്? അതെ, ഇപ്പം പൊതുവെ ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം മറ്റാരെയും ഉപദ്രവിക്കാത്തതൊന്നും തെറ്റല്ല. അങ്ങനെ തെറ്റിനെ റീഡിഫൈൻ ചെയ്തു. രണ്ടാമതായിട്ട്, പരസ്പര സമ്മതത്തോടെ ചെയ്യുന്നതൊന്നും തെറ്റല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പോൾ
പ്രായപൂർത്തിയായ രണ്ടുപേര്, അത് പുരുഷനും പുരുഷനുമായാലും സ്ത്രീയും സ്ത്രീയുമായാലും ഒരുമിച്ച് ജീവിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത് ഈ ഹ്യൂമനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് വന്ന വ്യതിയാനങ്ങളാണ്. അതുപോലെ തന്നെ വ്യഭിചാരത്തെ കുറ്റകൃത്യമല്ലാതാക്കി മാറ്റിക്കളഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ അത് അങ്ങനെ എഴുതിയിരുന്നു. വ്യഭിചാരം ഒരു കുറ്റകൃത്യമാണ്, ശിക്ഷാർഹമാണെന്ന് എഴുതിയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിക്കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അതായത് മറ്റൊരാളുടെ സമ്മതത്തോടു കൂടെ ചെയ്യുന്ന ഒന്നും തെറ്റല്ല. അതുകൊണ്ട് ഹോമോസെക്ഷുവാലിറ്റിയൊക്കെ ഇപ്പം ഒരു ജനപ്രിയ കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ല, മറ്റൊരാളിൻ്റെ അനുവാദത്തോടെ ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളും തൃപ്തിപ്പെട്ടാൽ ഒരു കാര്യം തെറ്റല്ല. മൂന്നാമതായിട്ട് അവരുടെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്, മാനവ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാന കാര്യം. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, അവന് ഇഷ്ടമുള്ളത് എന്തും ചെയ്യുക. ആകെപ്പാടെ ഈ രണ്ട് കാര്യം നോക്കിയാൽ മതി, ബാക്കി ആരെയും ഉപദ്രവിക്കരുത്. അഥവാ മറ്റൊരാൾ ഉൾപ്പെട്ട കാര്യമാണെങ്കിൽ പരസ്പര സമ്മതത്തോടെ ചെയ്യുക. നാലാമത് ഹാപ്പിനെസ് മാക്സിമൈസേഷനാണ് ചീഫ് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷവും സുഖവും ഒക്കെ വർദ്ധിപ്പിക്കുക. ഈ ഒരു ഫിലോസഫിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ ഈ 1600 തൊട്ട് നമുക്കിത് ട്രേസ് ഔട്ട് ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഈ ഫിലോസഫി ശരിക്കും ബൈബിൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. 2 തിമോഥെയോസിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 5-ാം വാക്യം, 2 തിമോഥെയോസ് 3:5, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടുകളക. അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ തിമോഥെയോസിൻ്റെ 2-ാം പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ വളരെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ യുദ്ധത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുക വഴി ഇതൊക്കെ മറന്നു പോകുന്നുണ്ട്. കർത്താവ് തന്നെ പ്രവചിക്കുന്നുണ്ട്, കർത്താവ് വരുന്ന കാലം നോഹയുടെ കാലം പോലെയും അതുപോലെ ലോത്തിൻ്റെ കാലം പോലെയൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ കാലത്തെക്കുറിച്ച് പറയുന്ന, നോഹയുടെ കാലത്തെക്കുറിച്ച് പറയുന്ന, അവർ തിന്നുകയും കുടിക്കുകയും ചെയ്ത് എന്ന് പറഞ്ഞാൽ തീറ്റയും കുടിയും ഇങ്ങനെയുള്ള കളിക്കാനായിട്ട് സമയം വിനിയോഗിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും സെൻസസിനെ, ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ലോത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഹോമോസെക്ഷുവാലിറ്റി ആയിരുന്നു ഇന്നത്തെ ഒരു പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫിലോസഫി ലോകത്തിൽ വന്നു കഴിഞ്ഞു. ഈ തത്വചിന്തകൾ ഇങ്ങനെ മെല്ലെ മനുഷ്യരെ കീഴടങ്ങുന്നവർ പോലും ഒരു പക്ഷേ അറിയത്തില്ല. കാരണം ഈ ന്യൂ നോർമൽ എന്ന് പറയുന്നത് പോലെ ആളുകൾ അതിനെ ന്യൂ നോർമലായിട്ട് സ്വീകരിച്ച് കൂടുതൽ പേര് അതിലേക്ക് പെട്ടുപോവുക. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു തമാശ എന്ന് പറയുന്നത്, ഇവരീ പറയുന്നത് പോലെ മറ്റാരെയും ഉപദ്രവിക്കാതെ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ പണ്ട് തെറ്റെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മറ്റാരെയും ഉപദ്രവിക്കാതെ ചെയ്യുക, അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരു ഉദാഹരണം പറഞ്ഞാൽ, കതവടച്ചിരുന്ന് പുതപ്പും മൂടി പോർണോഗ്രഫി കാണുന്ന ഒരു കുട്ടി, പിന്നീട് അവന് അല്ലെങ്കിൽ അവൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നോർമൽ മാരീഡ് ലൈഫിൽ ഇൻട്രസ്റ്റ് ഇല്ല, കുടുംബജീവിതം തകരുക, അതിനോടകം ചിലപ്പോൾ 1-2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ അനാഥരായിട്ട് മാറുക. അമേരിക്കൻ സോഷ്യോളജിക്കൽ സർവേയിൽ ഒരെണ്ണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്, ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ, ഒരാളിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോമ, സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഡിവോഴ്സാണ്. അവർ വേർപിരിയുന്നതാണ്. ഏത് സൈഡിൽ നിൽക്കണം, ആരോട് കൂടുതൽ സ്നേഹം കാണിക്കണം, രണ്ടുപേരും പേരൻസിനെ ഒരുമിച്ച് കിട്ടുന്നില്ല, രണ്ടുപേരും പ്രീണിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. മാത്രമല്ല ഇങ്ങനെയുള്ള അനേക പ്രശ്നങ്ങൾ ഡിവോഴ്സിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നയിക്കുന്ന ഏതാ? പോണോഗ്രഫി രഹസ്യമായിട്ട് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ചെയ്യുന്നതാണ്, അതെൻ്റെ മനുഷ്യാവകാശമാണ്, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്ത മയക്കുമരുന്ന് തന്നെ എടുക്കൂ. ഒരാൾ ആരോഗ്യമില്ലാത്തവനായിട്ട് തീരുന്നു, അവന് സമൂഹത്തിന് നൽകേണ്ടത് നൽകാൻ കഴിയുന്നില്ല, അവൻ ബന്ധങ്ങളെ ബാധിക്കുന്നു, അവൻ സമൂഹത്തിനൊരു ലൈബിലിറ്റി ആയിട്ട് മാറുന്നു. അപ്പം വാസ്തവത്തിൽ പണ്ട് പാപമെന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ബൈബിൾ പാപമെന്ന് വിളിച്ചിരുന്ന ഒരു കാര്യവും പരസ്പര സമ്മതത്തോടെ ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ലെന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ അത് സ്വയവും അതുപോലെ സമൂഹത്തിനുമുള്ള ഉപദ്രവം തന്നെയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടും ഇരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് പല സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ, സ്വീഡൻ പോലൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ 90% വരെയാണ് വിവാഹമോചനം. എന്ന് പറഞ്ഞാൽ അനേക ആയിരങ്ങൾ അപ്പനും അമ്മയും ചേർത്ത് വളർത്താത്ത ഒരു തലമുറയായിട്ട് ഇങ്ങനെ വളർന്നു വരിക. അവരിൽ അനേകരാണ് പല കുറ്റകൃത്യങ്ങളിലുമൊക്കെ ചെന്നപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ ഫിലോസഫി, ഭോഗപ്രിയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്
അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന അനേക കാര്യങ്ങളും അധപ്പതനത്തിലേക്കും സമൂഹത്തിൻ്റെ നാശത്തിലേക്കുമാണ് മനുഷ്യനെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ സമൂഹം തെറ്റെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെ ഒരു നോർമലൈസ് ചെയ്യുന്നതിൽ ഇപ്പോഴത്തെ മീഡിയ, അതുപോലെ നമ്മുടെ പല ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിലും ഒത്തിരി സെലിബ്രേഷൻസിന് ഇൻവോൾവ് ആകുക, അങ്ങനത്തെ ആഘോഷങ്ങളെ, അതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ അത് റീഡിഫൈൻ ചെയ്തു. അല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി. അപ്പം ഇതൊക്കെ എങ്ങനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഒരു കാലഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഈ നമ്മളിപ്പം ചർച്ചയിൽ പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം ഈ ഫിലോസഫിക്ക് അനുസരിച്ച് ഉള്ള അതിൻ്റെ ഉപഘടകങ്ങളായിട്ടാണ് വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എടുത്താൽ പണ്ട് നമ്മുടെ തലമുറയിലൊക്കെ അധ്യാപകരെ ബഹുമാനിക്കണമെന്നൊക്കെ ഉള്ളതായിരിക്കും. ഇപ്പോൾ അധ്യാപകൻ എന്നുള്ള പേര് പോലും ഉപയോഗിക്കുന്ന പല രാജ്യങ്ങളിലും പറയുന്നത് ഫെസിലിറ്റേറ്ററാണ്. അവനെ സഹായിക്കുന്ന ഒരു സഹായകൻ മാത്രമാണ് അധ്യാപകൻ. അധ്യാപകന് എന്നെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ അനുസരിക്കുകയോ ഇങ്ങനെ ചെയ്യുന്ന ആ വാല്യൂസൊക്കെ പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന നിരീശ്വരത്വമാണ്. അതായത് ഈ ലോകത്തിൽ മുഴുവന് ഒരു ഇൻവിസിബിൾ ലെഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകളോ സോഷ്യലിസ്റ്റുകളോ ആണെന്നുള്ള അർത്ഥത്തിലല്ല. ഇത്തരം വിഷയങ്ങളിൽ ഹ്യൂമനിസം, അതുപോലെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, LGBTQ പോലൊക്കെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ മനുഷ്യാവകാശം, അതിരുവിട്ട മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള മുറവിളി, ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടമാണ്. അവരാണ് നമ്മുടെ സിലബസ് ഫോർമേഷനും അതുപോലെ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുകയും പോളിസി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസിന് പോലും അവരുടെ സ്വാധീനം, യുണൈറ്റഡ് നേഷൻസിന് പോലും അവരുടെ സ്വാധീനം ഉണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വാസ്തവത്തിൽ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന എന്താ? പരിണാമം വഴിയാണ് മനുഷ്യനുണ്ടായത്. മനുഷ്യനും ആൾക്കുരങ്ങിനും ഒരു പൊതു പൂർവികനുണ്ടായിരുന്നു, അവനിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത്. വാസ്തവത്തിൽ പരിണാമ സിദ്ധാന്തം നമ്മൾ പഠിച്ചു വന്നാൽ അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. അത് വിശ്വസിക്കാനായിട്ട് യാതൊരു ന്യായവുമില്ല. നമുക്കറിയാം, ഇന്ന് ലോകം വളരെ പുരോഗമിച്ചിരിക്കുന്നു. ഇന്ന് മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ അവന് അറിയാം, സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ അറിയാം. അപ്പം വാസ്തവത്തിൽ ഇന്ന് പരിണാമ സിദ്ധാന്തത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് ഒരു പുതിയ ജീവി ഉണ്ടാക്കണതിൽ എളുപ്പമാണ്. ലോകത്ത് എവിടെയെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഡോബ്ഷാൻസ്കി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു പരിണാമവാദി തന്നെയായിരുന്നു. അദ്ദേഹം കണ്ണീച്ചകളിൽ പരീക്ഷണം നടത്തി. പുതിയ സ്പീഷീസ് ഉണ്ടാക്കാമോ എന്ന് വിചാരിച്ച് അദ്ദേഹം ചില പരീക്ഷണങ്ങൾ നടത്തി. അതിന് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന, ചേഞ്ചസ്, വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം പുതിയ കണ്ണീച്ചകളെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. രസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 1000 കണ്ണീച്ചകളെ ഉണ്ടാക്കി. പക്ഷേ ഈ 1000 കണ്ണീച്ചകൾ തന്നെയായിരുന്നു. ഈ ഉണ്ടാക്കപ്പെട്ടവയെല്ലാം ആ ഒറിജിനൽ കണ്ണീച്ചകളെക്കാളും കുറഞ്ഞ ഇനത്തിൽപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ മെച്ചമായവയല്ലായിരുന്നു, അതിനേക്കാളും മോശമായവയായിരുന്നു. ചിലതിന് പറക്കാൻ ചിറകില്ലായിരുന്നു, കാലില്ലായിരുന്നു, കണ്ണില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കണ്ണീച്ചകൾ. എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യന് പരിണാമം കൃത്രിമമായിട്ട് സംഭവിപ്പിക്കണമെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എന്നിട്ട് എന്തേ പരിണാമം സംഭവിക്കുന്നില്ല? അതിൻ്റെ കാരണം ഇത് വർക്കബിൾ അല്ല. ഇന്ന് ലാബറട്ടറിയിൽ പരിണാമത്തിന് അനുകൂലമായിട്ടുള്ള എന്ത് ചേഞ്ചസും ഉണ്ടാക്കാം, അതുപോലെ ജീനിൽ എന്ത് വ്യതിയാനങ്ങളും വരുത്താം. എന്നിട്ടും എന്തേ ജീവൻ ഉണ്ടാകുന്നില്ല? എന്നിട്ടും എന്തേ പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നില്ല? അപ്പം ഇതുപോലെ അടിസ്ഥാനമില്ലാത്ത ഒരു ശാസ്ത്രം, അല്ലെങ്കിൽ ഒരു കപടശാസ്ത്രം സത്യമാണെന്നുള്ള മട്ടിൽ ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചെടുത്ത് അങ്ങനെ ദൈവത്തിൽ നിന്ന് ലോകത്തെ അകറ്റി, അങ്ങനെ ഈ മാനവികത പോലുള്ള പുതിയ തത്വചിന്തകളിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം ലോകം പാട് നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെയും കാര്യം ഇതാണ്. ഇതിനെയൊക്കെ ലീഡ് ചെയ്യുന്നവർക്ക് ഈ ആശയമാണുള്ളത്. അവരുള്ളവർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവർ ശരിക്കും ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അത് കാരണം പുതിയ പുതിയ നോർമലുകളിലേക്ക് വരിക. പണ്ട് പറയാൻ അറച്ചിരുന്ന വാക്കുകളൊക്കെ ഇപ്പം വീടുകളിൽ തന്നെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഈ സോഷ്യൽ മീഡിയയുടെയും എൻ്റർടൈൻമെൻറ്റ് മീഡിയ വളരെ വളരെ പ്രധാനമാണ്. നമ്മളറിയാതെ തന്നെ നമ്മൾ ഹീറോ ആയിട്ട് പരിഗണിക്കുന്ന ഒരാളുടെ ഐഡിയോളജി നമ്മൾ അനുകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലം ഈ ഭോഗപ്രിയരുടെ ഒരു കാലഘട്ടം തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. ബൈബിളിലെ അന്ത്യകാലത്ത് ഭോഗപ്രിയരുണ്ടാകും എന്നുള്ള കാര്യം ശരിയായി വന്നുകൊണ്ടിരിക്കുക. ഈ നമ്മൾ അധാർമികത എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പം അത് ഏതാണ് അധാർമികത, ഏതാണ് ധാർമ്മികത എന്ന് ഇപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്താണ് നിൽക്കുന്നത്. അതെ,
എങ്കിലും അങ്ങനെ അധാർമികത ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതെങ്ങനെയാ മനുഷ്യന്റെ സാമൂഹിക വൈകാരിക ജീവിതത്തെ അതിന്റെ കോൺസിക്വൻസസ് അതെങ്ങനെയാ സംഭവം, എന്തായിരിക്കും അതിന്റെ കോൺസിക്വൻസ്? നേരത്തെ പറഞ്ഞതുപോലെ ഈ പുതിയ നോർമലുകളിലേക്ക് വരുമ്പോൾ, അതായത് അധാർമികമെന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ബൈബിൾ പഠിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും, അധാർമികമെന്ന് ബൈബിള് വിശേഷിപ്പിച്ച അനേക കാര്യങ്ങളും മനുഷ്യന് സ്വീകരിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ, ജീവിതത്തിൽ ആചരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായ പരിണിത ഫലങ്ങൾ ഉണ്ടാകും. കാരണം ബൈബിളിലുള്ള ധാർമ്മികത എന്ന് പറയുന്നത് ദൈവം തന്ന ധാർമ്മികതയാണ്, ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ അധിഷ്ഠിതമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവം നീതിമാനാണ്. അതുകൊണ്ടാണ് ദൈവം ലോകത്തിന് പല നിയമങ്ങൾ, പഴയ നിയമത്തിൽ തന്നെ പല നിയമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിയമങ്ങൾ തന്നെ. ദൈവത്തിൻ്റെ നീതിയുടെ ഒരു പ്രദർശനമാണ് വാസ്തവത്തിൽ അത്. ദൈവം സ്നേഹവാനാണ്, അല്ലെങ്കിൽ ദൈവം നിത്യനാണ്, ദൈവം കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്. ഇതെല്ലാം ദൈവിക സ്വഭാവങ്ങളാണ്. ഈ ദൈവിക സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തിലെ മൊറാലിറ്റി സകലതും ഉണ്ടായിരിക്കുന്നത്. സാധാരണ നിരീശ്വരന്മാരൊക്കെ പറയുന്നത് സാമൂഹ്യമായിട്ടുണ്ടായതാണെന്ന്. അത് സാമൂഹ്യമായിട്ടുണ്ടാകാനായിട്ട് സാധിക്കത്തില്ല. കാരണം നിരീശ്വരന്മാരെ സംബന്ധിച്ച് മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികത ഉണ്ടാകാനുള്ള ഏക സോഴ്സ് പരിണാമമാണ്. പക്ഷെ പരിണാമം ധാർമ്മികതയ്ക്ക് നേരെ എതിരായിട്ടുള്ളൊരു ശക്തിയാണ്. അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാർ, കൂടുതൽ കഴിവുള്ളവനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യവസ്ഥിതിയാണ് പരിണാമം. അതേസമയം ധാർമ്മികത അതിന് നേരെ എതിരാണ്. അത് ബലഹീനരെ താങ്ങി അവരെ ഉയർത്തുന്ന കാര്യമാണ് ധാർമ്മികത. ഒരാളിൽ കുറേ പണമുണ്ട്, അത് മറ്റുള്ള പാവങ്ങൾക്കൊക്കെ കൊടുത്ത് അവരെ സഹായിക്കുക, എനിക്ക് അനീതി ചെയ്യാൻ പറ്റുമായിട്ടും ചെയ്യാതെ ഇരിക്കുക, അതൊക്കെയാണല്ലോ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പം ധാർമ്മികത ദൈവത്തിൽ നിന്നേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അബ്സല്യൂട്ടാണ്, ബെസ്റ്റാണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കോൺസിക്വൻസ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പൊളിറ്റിക്കൽ മേഖലയിൽ എന്തും ചെയ്ത് എൻ്റെ രാജ്യത്തിന് അധീശത്വം നേടിക്കൊടുക്കുക. ഇപ്പോഴത്തെ നമ്മുടെ ട്രേഡ് വാർ തന്നെ നോക്കിക്കേ, എങ്ങനെയെങ്കിലും ഫ്ലോട്ട് ചെയ്ത് മുകളിൽ നിൽക്കണം, മറ്റുള്ള രാജ്യങ്ങളുടെ സമ്പത്ത് എൻ്റെ രാജ്യത്തേക്ക് വരണം, അവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് എനിക്ക് വിഷയമല്ല, ചില എക്കോണമികളൊക്കെ തകരട്ടെ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നേ, ആ രാജ്യങ്ങൾക്കും പ്രശ്നമാണ്. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഉദാഹരണം എടുക്കുക, ഇന്ത്യക്ക് 26% കരം അഡീഷണൽ ചുമത്തി. പക്ഷെ അത് വന്നപ്പോൾ എന്താ ഉണ്ടായി, അവിടെ ഭയങ്കര വിലക്കയറ്റം ഉണ്ടായി. അപ്പം ഇങ്ങനെയുള്ള അധാർമികമായ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ബാക്ക്ലാഷ് ഉണ്ട്. ഞാൻ നേരത്തെ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അധാർമികത, അതായത് പോർണോഗ്രഫി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ കുടുംബജീവിതം തകർന്നു പോകുന്നു. അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ കുടുംബങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രശ്നം വന്നു, വിട്ടിട്ട് പോവാം, അങ്ങനെ ഡിവോഴ്സിലേക്ക് തകരുക, കുടുംബങ്ങൾ തകരുക, അടുത്ത തലമുറകൾ അനാഥമാകുക. ഈ വലിയ സമ്പൽ സമൃദ്ധിയുള്ള രാജ്യങ്ങളിൽ പോലും ഇത് അടുത്ത തലമുറയെ ഭയങ്കരമായിട്ട് ബാധിക്കുക. അതുപോലെ ധാർമ്മിക മേഖലയിൽ ഇത് വലിയ പ്രശ്നമുണ്ട്, സാമൂഹിക മേഖലയിൽ ഇത് വലിയ പ്രശ്നമുണ്ട്. അതായത് എന്തുകൊണ്ട് ഞാൻ ധാർമ്മികത കാണിക്കണം, എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ധാർമ്മികത പിന്തുടരണം, എന്ത് കള്ളത്തരവും കാണിക്കാം, മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക, മറ്റൊരാളുടെ സമ്മതത്തോടെ ചെയ്യുന്നെന്ന് ഉറപ്പ് വരുത്തുക, ഇതിനപ്പുറം ധാർമ്മികതയ്ക്ക് അടിസ്ഥാനമൊന്നും ഇല്ലാതായിട്ടും മാറുക. അപ്പം ഇത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നശിപ്പിക്കുക തന്നെ ചെയ്യും. അതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്പിരിച്വൽ ആംഗിൾ തിങ്ക് ചെയ്യണം. എല്ലാവരും സ്പിരിച്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടണം, അല്ല ദൈവികമായിട്ട് കാര്യങ്ങളെ കാണുന്നത്, അതിനെയും വളരെ ഇത് ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇന്ന് ലോകത്തിലെ സകല നിയമസംഹിതകളും ഒരു കുറ്റത്തിന് തക്കതായ പരിഹാരത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ഒരു കോമ്പൻസേറ്ററി സിസ്റ്റമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് 1 കോടി രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ആ 1 കോടി രൂപയും അതിൻ്റെ പലിശയും വേറൊരാൾ കൊടുത്തു തീർക്കുക, അല്ലെങ്കിൽ അവരവർ തന്നെ കൊടുത്തു തീർക്കുക, അതിന് പ്രതിപകരം ചെയ്യുക എന്നുള്ള വ്യവസ്ഥിതിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ നിത്യശിക്ഷാവിധിക്ക് അർഹനായ മനുഷ്യൻ്റെ പാപമോചനത്തിനുള്ള മാർഗവും. അതായത് എനിക്ക് പകരമായിട്ട് എൻ്റെ ശിക്ഷ മുഴുവൻ സർവജ്ഞാനിയായ സ്നേഹവാനായ സൃഷ്ടിതാവായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച എൻ്റെ പാപത്തിൻ്റെ മുഴുവൻ ശിക്ഷ എനിക്ക് പകരമായിട്ട് ഏറ്റെടുത്തു. എൻ്റെ കടം വേറൊരാൾ വീട്ടുന്നത് പോലെ എൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് പകരമായിട്ട് മരിച്ചു. ഇത് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ ഇത്ര പ്രയാസമുണ്ടോ? നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് വലിയ മനസ്സിലാക്കാനായിട്ട് പ്രയാസമൊന്നുമില്ല. പലർക്കും ഇത് സ്വീകരിക്കാനുള്ള ഒരു തടസ്സം മോറലാണ്, ധാർമ്മികമായ തടസ്സം.
അതെന്താ? എടാ, ഈ ബൈബിളിലെ വിശുദ്ധിയുടെ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഞാൻ ഇന്ന് ചെയ്യുന്ന പലതും ചെയ്യാൻ കഴിയാതെ ഇരിക്കുമോ? കഴിയാതെ വരുമോ? സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ? ദുഷിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമോ? അതൊക്കെ ഒഴിവാക്കേണ്ടി വരുമോ? അപ്പം പലരും ദൈവത്തെ അംഗീകരിക്കാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ധാർമ്മികമാണ്. അതിനുള്ള കാരണം ഇന്നത്തെ നമ്മൾ ഈ അന്ത്യകാലത്ത് വരും എന്ന് ദൈവം പറഞ്ഞിട്ടുള്ള ഇതുപോലെയുള്ള ചേഞ്ചസ്. മനുഷ്യർ ഭോഗപ്രിയരാകുന്നു, വാത്സല്യമില്ലാത്തവരാകുന്നു, ക്രൂരന്മാരാകുന്നു. ഇങ്ങനെയുള്ള അന്ത്യകാല ലക്ഷണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്തെ ഗ്രസിച്ചിരിക്കുക. അതുകൊണ്ടാണ് എത്രയോ കൂടുതൽ വ്യക്തമായിട്ട് ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിനേക്കാളും അല്ലെ അതിന് മുമ്പത്തെ നൂറ്റാണ്ടിനേക്കാളും വ്യക്തമായിട്ട് സുവിശേഷം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അത് ഈ ഫിലോസഫിക്കലായിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ദ്രിയ സുഖത്തെ അധിഷ്ഠിതമാക്കിയുള്ള, ഇന്ദ്രിയ സുഖം ഉറപ്പാക്കാനായിട്ടുള്ള ഇന്നത്തെ മനുഷ്യന്റെ ശ്രമമാണ് അതിനും ഒരു കാരണമായിട്ടിരിക്കുന്നത്. ആക്ച്വലി ബൈബിള് പറയുന്ന ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പക്ഷെ ആ സ്വാതന്ത്ര്യം ഏൽക്കുമ്പോൾ മറ്റൊരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നുള്ളതാണ് മനുഷ്യന്റെ ഭയം. അതെ, തീർച്ചയായിട്ടും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കണം. അപ്പം പുകവലിയിൽ നിന്ന് വേണേൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ മയക്കുമരുന്ന് എടുക്കുന്ന ആളിന് അതിൽ നിന്ന് രക്ഷപ്പെടാം, പോർണോഗ്രഫിയിൽ അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. പോർണോഗ്രഫിയിൽ നിന്ന് ഉള്ള വിടുതൽ ഒരാൾക്ക് ലഭിക്കുന്നു, കള്ളുകുടിയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നു, അതൊരു വലിയ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ മനുഷ്യൻ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ ഈ ലൗകിക സ്വാതന്ത്ര്യത്തിൽ പ്രിയോക്കുപ്പൈഡ് ആകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്യന്തികമായ സ്വാതന്ത്ര്യവും സുഖവും എന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പറ്റാത്തത്. ഒരു പാട്ടുകാരൻ തന്നെ ഇങ്ങനെ പാടിയിട്ടുണ്ട്, അവനടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വേറില്ല സ്വാതന്ത്ര്യമേതും. ഒരു പാട്ടുകാരൻ വളരെ മനോഹരമായിട്ട് അത് പാടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ അടിമത്തം സ്വീകരിക്കുന്ന പോലെ വേറൊരു സ്വാതന്ത്ര്യം ഇതിലില്ല, മറ്റു പലതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഇപ്പം കുടുംബം, ജെൻഡർ, സെക്ഷുവാലിറ്റി ഇങ്ങനെയുള്ളതിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് പകരം ശരിക്കും പറഞ്ഞാൽ ഒരു ആശയക്കുഴപ്പത്തിലേക്കും വേദനയിലേക്കും ഒക്കെ ആൾക്കാർ പോകുന്നത്. അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ മൊറാലിറ്റി ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ അധിഷ്ഠിതമാണ്. ദൈവത്തിൻ്റെ ക്യാരക്ടർ അബ്സല്യൂട്ടാണ്, ആത്യന്തികമാണ്, ബെസ്റ്റാണ്. അപ്പോൾ അതിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു മൊറാലിറ്റി വേണ്ടാന്ന് വെച്ചാൽ ഡിസാസ്ട്രസാണ്, നാശകരമാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പം ജെൻഡർ തന്നെ എടുക്കാം. ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് 2 ജെൻഡറാണ്. ഒന്ന് പുരുഷ ലിംഗഭേദവും സ്ത്രീ ലിംഗഭേദവും. ഇത് രണ്ടുമാണ് 2 ലിംഗഭേദങ്ങൾ അല്ലെങ്കിൽ ജെൻഡറായിട്ട് ദൈവം സൃഷ്ടിച്ചത്. അപ്പം ശരിക്കും പുരുഷനായിട്ട് ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരാൾക്ക് സ്ത്രീയായിട്ട് ജീവിക്കണമെന്നൊരു മോഹം തോന്നുക. അപ്പോൾ അതനുസരിച്ച് ഓപ്പറേഷനുകളൊക്കെ നടത്തി ചേഞ്ച് വരുത്തി, വ്യതിയാനങ്ങൾ വരുത്തി ഒരു സ്ത്രീയായിട്ട് നടക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും അത് സാധിക്കത്തില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഓരോ കോശങ്ങളിലെയും ജീനുകളിൽ നീ പുരുഷനാണെന്ന് എഴുതി വെച്ചേക്കുക. ആ ആള് അതിൻ്റെ മുകളിൽ ഒരു ഉടുപ്പിടുന്നത് പോലെ സ്ത്രീത്വത്തിൻ്റെ ചില കാര്യങ്ങൾ, അവയവങ്ങളൊക്കെ സ്വീകരിച്ച് എങ്ങനെയും സ്ത്രീയായിട്ട് നടക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ പുരുഷ ശരീരത്തിന് അത് സ്വീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെ ധാരാളം ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഇവർക്ക് വലിയ മാനസിക പിരിമുറുക്കമാണ് കൊടുക്കുന്നത്. അതിൽ പലരും നിരാശരാണ്. അങ്ങനെയുള്ള അനേകർ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചുള്ള പല കഥകളും കേൾക്കാനായിട്ടിടയായി. അപ്പം ഇതെല്ലാം വിനാശത്തിലേക്കാണ് നയിക്കുന്നത്. അതുപോലെ സെക്ഷുവാലിറ്റി, പുരുഷനും പുരുഷനുമായിട്ട് സെക്സ് ആകാം, സ്ത്രീയും സ്ത്രീയുമായിട്ടാകാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒന്നിലധികം പേരോട് സെക്ഷുവാലിറ്റി ആകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദൈവത്തിൻ്റെ മൊറാലിറ്റിക്ക് എതിരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പുരുഷനും പുരുഷനുമായിട്ടുള്ള ബന്ധത്തെ ആണോടാണ് ചേർന്ന് അവലക്ഷണമായിട്ടുള്ളത് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അത് ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ അത് മോശം തന്നെയാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ആൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് കൂട്ടുകൂടാം, പെൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് കൂട്ടുകൂടാം. പക്ഷെ ഇങ്ങനെയുള്ള ആണും പെണ്ണുമായിട്ടൊക്കെ ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലത്തിൽ അത്ര സേഫാണ്.
ഒട്ടും സേഫ് അല്ല. എന്ന് പറഞ്ഞാൽ ആ സോഷ്യലൈസേഷനുള്ള അവസരം നഷ്ടപ്പെടുക മനുഷ്യർക്ക്. മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ കുടുംബജീവിതവും പലപ്പോഴും പരാജയമായിരിക്കും. കുടുംബജീവിതം പരാജയമാകുന്നത് സമൂഹത്തെ തന്നെ പരാജയത്തിലേക്ക് നയിക്കും. അപ്പം ദൈവിക ധാർമ്മികതയെ വെല്ലുവിളിക്കുന്ന ഒരു ധാർമ്മികതയ്ക്ക് നിലനിൽപ്പില്ല. അത് ഒരു കോസ്റ്റോട് കൂടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അതിനൊരു ചിലവുണ്ട്. ആ ചിലവെന്ന് പറയുന്നതാണ് കുടുംബഭദ്രത തകരുക, സമൂഹത്തിൽ തൃപ്തിയില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരിക്കുക. ഇന്ന് നോക്കൂ, വികസിത രാജ്യങ്ങളിൽ പലയിടത്തും ആത്മഹത്യയുടെ എണ്ണം കൂടിക്കൂടി വരിക, ആത്മഹത്യയുടെ നിരക്ക് കൂടിക്കൂടി വരിക. അതായത് നിരാശരായിട്ടുള്ള ഒരു തലമുറയായിട്ട് ശരിക്കും മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് ഒരുപാട് ഉയർച്ചയുണ്ടായി. മറ്റേ വശത്ത് മാനസികമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടൊക്കെ പല പരിണിത ഫലങ്ങളും നമ്മളിങ്ങനെ കാണുക. അപ്പം ദൈവത്തിൻ്റെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്നതെല്ലാം നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ഈ പാപം അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള ഈ കാലഘട്ടം നോർമലൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കൊരു താൽക്കാലിക സംതൃപ്തി ഉണ്ടെങ്കിലും അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്. അപ്പം ആ കോൺസിക്വൻസിൽ നിന്ന് എങ്ങനെ ഒരാൾക്ക് രക്ഷപ്പെടാനാവും? മാത്രമല്ല, ഇങ്ങനെ ഒരു ആൾ അതിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തിരിച്ച് ദൈവിക ധാർമ്മികതയിലേക്ക് അല്ലെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരാളെ അക്സെപ്റ്റ് ചെയ്യുമോ ആ നിലയിൽ? അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുമോ? അദ്ദേഹത്തിന് ഒരു മടങ്ങി വരാനൊരു സാധ്യതയുണ്ടോ? അതെ. പാപത്തിനെ ഒരു വ്യക്തിയായിട്ടുള്ള രീതിയിലാണ് ബൈബിൾ എപ്പോഴും പറയുന്നത്. കാരണം ഈ പാപത്തിൻ്റെ പിന്നിൽ പിശാചിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം പാപത്തെ പെർസോണിഫൈ ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയായിട്ടുള്ള മട്ടിൽ പറയുന്നുണ്ട്. ഈ സെയിൽസ്മാന് വളരെ നല്ല സെയിൽസ് വൈദഗ്ധ്യമുണ്ട്, കച്ചവടം നന്നായിട്ട് നടത്താൻ അറിയാം. അപ്പം ഈ പാപപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ താൽക്കാലിക സന്തോഷത്തിന് പ്രൊജക്ഷൻ കൊടുക്കും. താൽക്കാലികമായിട്ട് കിട്ടുന്ന സന്തോഷം. കഞ്ചാവ് വലിക്കാൻ കൊടുക്കുന്ന ആൾ സാധാരണഗതിയിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ മയക്കുമരുന്നാണെങ്കിലും ഫ്രീ ആയിട്ടാണ്, ഫസ്റ്റ് ഡോസ് ഈസ് ഫ്രീ. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നീ പറന്ന് നടക്കും, ഭയങ്കര ഒരു അനുഭവത്തിലാവും, സ്വർഗത്തിലാകും എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിൻ്റെ താൽക്കാലികമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള സുഖത്തെക്കുറിച്ച് നന്നായിട്ട് വിശദീകരിക്കും. പക്ഷേ ഒരിക്കലും പാപം അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, കള്ളു കുടിക്കുന്ന ഒരുത്തനോട് കുറച്ച് കഴിയുമ്പോൾ നീ ഒരു കുപ്പിയൊക്കെ കുടിക്കും, അത് കഴിഞ്ഞ് നീ റോഡിൽ പോയി കിടക്കും, പട്ടിയൊക്കെ വന്ന് നിന്നെ നക്കും, ഈ കോൺസിക്വൻസിനെ കുറിച്ച് പറയുകയില്ല. അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നിന്റെ കരളെല്ലാം പോകും, നീ അങ്ങനെ രക്തം ശബ്ദിച്ച് ചാകും, ഈ വസ്തുത പറയത്തില്ല. പാപം ഒരിക്കലും അതിൻ്റെ ഭയാനകതയെക്കുറിച്ചുള്ള ആവശ്യത്തേക്ക് കടക്കത്തേയില്ല. വളരെ നല്ലൊരു സെയിൽസ്മാന് അത് മറച്ചു വെച്ചിട്ട് താൽക്കാലിക ഭോഗത്തെക്കുറിച്ച് പറയും. പക്ഷേ ഇതിന് ഒരു വലിയ പരിണിത ഫലമുണ്ട്. ദൈവം തൻ്റെ ക്യാരക്ടർ അനുസരിച്ചാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ, ഏറ്റവും ഐഡിയൽ ഫോമിൽ. ഇപ്പം ദൈവം പറഞ്ഞതുപോലെ ഇത് ഓപ്പറേറ്റ് ചെയ്തു പോയാൽ ഐഡിയലായിട്ട് ഏറ്റവും സംതൃപ്തമായ ഒരു വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും സഭാജീവിതവും ഒക്കെ നയിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റേതായ പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പം ഈ സെയിൽസ്മാൻ ഇച്ചിരി കുഴപ്പം പിടിച്ച ഒരു സെയിൽസ്മാനാണ്. അപ്പം കേൾക്കുന്ന ആൾ ഈ സൈഡിനെ കുറിച്ചോടൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഒരു പക്ഷെങ്കിൽ ഞാൻ MDMA ഒരു 5 വർഷം എടുത്താൽ എങ്ങനെ ഇരിക്കും, എന്നെ ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് അത് മാറ്റും എന്നുള്ള ആ വീക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ പലപ്പോഴും ഫോക്കസ് ഇതിൻ്റെ സുഖദായക വശങ്ങളെക്കുറിച്ചാണ്. അത് താൽക്കാലികമാണെങ്കിലും അത് പിന്നീട് വിനാശം വിതയ്ക്കുന്നതാണെങ്കിലും പ്രസൻറ്റേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് തെറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വീഴുന്ന ആളുകൾ ഒരു തെറ്റിൽ മാത്രമല്ല വീഴുന്നത്, പലതിലേക്ക് ചെന്ന് വീഴും. ഇതൊരു ബഞ്ചാണ്, ഇത് ഓഫറാണ്. നമ്മൾ ഈ സാധാരണ ഒന്നെടുത്താൽ 2 കിട്ടുമെന്നൊക്കെ പറയുന്ന പോലെ, അല്ലെ 2 പീസ് മേടിച്ചാൽ 3ാമതൊരു പീസ് ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പം മയക്കുമരുന്ന് എടുക്കുന്ന ആളുടെ കുടുംബജീവിതം തകർന്നു പോകും. അതുപോലെ തന്നെ ഇമ്മൊറാലിറ്റി ജീവിതത്തിലേക്ക് കടന്നു വന്നു വരും. അല്ലെ കള്ളു കുടിക്കുന്നവർക്ക് ഇതെല്ലാം ബാധകമാണ്. അങ്ങനെ കൂടുതൽ കഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക്, കൂടുതൽ കഷ്ടത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് അവർ വിധേയരായിട്ട് തീരുക ഒരു വല്ലാത്ത കാര്യമാണ്. പക്ഷേ ലോകം അവരെ ഈ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കത്തില്ല. ആർക്കും വേണ്ട. ഓടയിൽ കിടക്കുന്ന ഒരുത്തനെ ആർക്കും വേണ്ട. അവൻ്റെ കൂട്ടുകാരനാണെങ്കിലും ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവച്ച് അവൻ സ്ഥലം വിടും. ആ അവസ്ഥ വരുമ്പോൾ ലോകം തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ സ്നേഹവാനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഇങ്ങനെയുള്ളവരെ അവൻ തെരഞ്ഞുപിടിച്ച് സത്യം അറിയിച്ച് അവരെ സത്യത്തിലേക്ക് നയിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപികളായിരുന്നപ്പോൾ
അവരുടെ പാപത്തിന് പകരമായിട്ട് ശിക്ഷ ഏൽക്കുവാനായിട്ട് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി അവതരിച്ച് മനുഷ്യന് വേണ്ടി മരിച്ച് പാപമോചനം വരുത്തി. ത്രിയേകത്വത്തിലെ രണ്ടാമനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് പാപമോചനം വരുത്താൻ ദൈവം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ആരെയും ദൈവത്തിന് സ്വീകാര്യനല്ലാത്ത ഒരു വ്യക്തിയും ലോകത്തിലില്ല. എത്ര പാപത്തിന് അടിമപ്പെട്ടാലും, എത്ര മ്ലേച്ഛതയ്ക്ക് അടിമപ്പെട്ടാലും, എത്ര ഹോപ്പ്ലെസ് പ്രതീക്ഷയില്ലാത്ത ജീവിതമാണെങ്കിലും അങ്ങനെയുള്ളവരെയും ദൈവം സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്ക വഴി ആർക്കും ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു വലിയ വാതിലാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ആർക്കും ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്, അതുകൊണ്ട് ഞാൻ ഇനി യേശുക്രിസ്തുവിനായിട്ട് ജീവിച്ചുകൊള്ളാം എന്നൊരു പ്രതിജ്ഞയെടുത്ത് ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള വാതായനം തുറന്നു കിടക്കുക. ദൈവത്തിൻ്റെ സ്നേഹം അതുല്യമാണ്. മടങ്ങി വരാനൊരു ഹോപ്പുണ്ട്, തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ ഹോപ്പുണ്ട്. അവസാനമായിട്ട് ഒരു യുവതലമുറയെ പ്രതിനിധീകരിച്ചൊരു ചോദ്യം. അധാർമികമായിട്ട് ഒരു ആശയക്കുഴപ്പത്തിലുള്ള ഒരു ലോകത്താണ് ഇപ്പോഴത്തെ യുവ സമൂഹം ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു സമ്മർദ്ദം അവർക്കുണ്ട്. ഏതാണ് തെറ്റ്, ഏതാണ് ശരി. മാത്രമല്ല, ഒരു യേശുക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു സമ്മർദ്ദം. തീർച്ചയായും ചുറ്റും അധാർമികത നോർമലൈസ് ചെയ്തേക്കുന്നിടത്ത് ചിലപ്പോൾ ഒഴുക്കിനെതിരെ നീന്തേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും? അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? അതെ, ശരിയാണ്. ഇന്നത്തെ യുവാക്കന്മാർ നേരിടുന്ന, യുവതികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ യുവാവായിരുന്നപ്പോൾ നേരിട്ട പ്രശ്നങ്ങളെക്കാളും വളരെ രൂക്ഷം തന്നെയാണ്. ശരിയാണ്. മാത്രമല്ല, ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രം വരുന്ന ഒരു അപഭ്രംശമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. മറിച്ച് ഈ തത്വചിന്തകൾ തന്നെ അങ്ങ് ഭ്രംശത്തിൽപ്പെട്ട മനുഷ്യരെ മുഴുവൻ അങ്ങനെ ബാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ വേണം നമ്മൾ ഈ പഴഞ്ചൻ എന്ന് മറ്റുള്ളവർ വിമർശിക്കുന്ന വേദോത്സവമായിട്ട് അതിലെ ധാർമ്മികതയുമായിട്ട് അവരുടെ ഇടയിൽ ജീവിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ചരിത്രത്തിൽ എക്കാലത്തും ഉണ്ടായിരുന്നതിൽ അധികമായിട്ട് യുവാക്കളും യുവതികളും ദൈവത്തിൻ്റെ ധാർമ്മികത അനുസരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. വേദശാസ്ത്രജ്ഞന്മാർ ജീവിക്കുന്ന പ്രമുഖ മിഷൻ ഏജൻസികൾ പലരും പറയുന്നത് ഈ കാലത്ത് രക്ഷിക്കപ്പെട്ടവരുള്ളതുപോലെ, യേശുക്രിസ്തുവിനെ അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവരുള്ളതുപോലെ ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടില്ലെന്ന്. അപ്പം ഇത് അസാധ്യമായ ഒരു കാര്യമല്ല. പക്ഷേ വിസിബിളായിട്ട് ലോകം തന്നെ ഒരു ഭോഗപ്രിയ തത്വചിന്തയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഒഴുക്കിനെതിരെയുള്ള നീന്തൽ ഇച്ചിരി പ്രയാസമാണ്. കഷ്ടം സഹിച്ചേ പറ്റൂ. പക്ഷേ പറ്റുന്നവർക്ക് സാധിക്കും തീർച്ചയായിട്ടും. അങ്ങനെയുള്ള അനേകർ ഇന്നുമുണ്ട്. അതായത് നിങ്ങൾക്ക് ആ നിലയിൽ പോകാൻ യഥാർത്ഥത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അല്ലേ, അതിനെ ദൈവം കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ലോകത്തിൻ്റെ മൊറാലിറ്റിയും ദൈവത്തിൻ്റെ മൊറാലിറ്റിയും അതിൻ്റെ രണ്ടിൻ്റെയും ഒരു മനുഷ്യന് നൽകാവുന്ന ആകെയുള്ള ഗുണം അല്ലെങ്കിൽ നന്മ ഒന്ന് വിശകലനം ചെയ്താൽ സെൻസിബിളായിട്ടുള്ള ഏത് മനുഷ്യനും, ബുദ്ധിമാനായ ഏതൊരു മനുഷ്യനും ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമാണ്. ദൈവിക മൊറാലിറ്റിയാണ് മനുഷ്യന് അനുയോജ്യം, സന്തോഷവും സമാധാനവും, ലാസ്റ്റിംഗ് ആയിട്ടുള്ള സന്തോഷവും സമാധാനവും, നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും തരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും ഇത് വളരെ ഐ ഓപ്പണിംഗ് ടോക്കായിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളെ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കും പലർക്കും പല സംശയങ്ങളും ആ നിലയിൽ ദൂരീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അധാർമികത നോർമലൈസ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ യഥാർത്ഥ ധാർമ്മികത അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കുവാനും ആ ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞ് ദൈവിക പദ്ധതിയിലേക്ക് വരുവാനും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യഥാർത്ഥ പാപമോചനവും യഥാർത്ഥ സമാധാനത്തിലുള്ള ജീവിതം നയിക്കുവാൻ എല്ലാ പ്രേക്ഷകർക്കും ഇടയാകട്ടെ. നന്ദി, നമസ്കാരം. നന്ദി.